ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഹോൾ വീറ്റ് അതായത് ഗോതമ്പ് ഉണ്ടല്ലോ അതുകൊണ്ടുള്ള ഒരു അടിപൊളി പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ നമുക്ക് വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹോളായിട്ടുള്ള ഗോതമ്പ് ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കഴുകിയിട്ടാണ് കുതിർത്ത് വെച്ചത്. ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി, കൂടുതൽ സമയം വേണമെന്നില്ല. ഇനി നമ്മളിത് കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതങ്ങ് കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു വിസിൽ നല്ല ഫുള്ള് ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തീരെ കുറച്ചിട്ടും, അപ്പോൾ കുറച്ച് സമയം എടുക്കും, എന്നാലും അങ്ങനെ വെന്ത് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കും. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. 2 വിസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു 4 ആണി ശർക്കര ഉണ്ടല്ലോ അതിൻ്റെ പാനിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ, അധികമൊന്നും വേണമെന്നില്ല, 2 ടേബിൾ സ്പൂൺ ചവ്വരി എടുത്തിട്ട് അത് 1 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വെന്തോളൂ കേട്ടോ. ഇതിപ്പോൾ വേവോ എന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട. ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്നിട്ട് തന്നെ അത് നന്നായിട്ട് വെന്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് വെന്തതിന് ശേഷം നമുക്ക് നമ്മളെ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാലും കുറച്ച് അത്യാവശ്യം തിക്കായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ആ ഒരു രണ്ടാം പാൽ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ പാൽ മാത്രമായിട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജീരകവും അതേപോലെ തന്നെ ഏലക്കയും പൊടിച്ചത് രണ്ടും ചേർത്ത് പൊടിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളതാണ്. ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മളിതിലേക്ക് ബാക്കിയുള്ള ആ ഫസ്റ്റ് പാലുണ്ടല്ലോ, ഒരു 1/4 കപ്പേ ഉള്ളൂ. അതായത് നമ്മൾ അരമുറി തേങ്ങയാണല്ലോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമില്ല, റെഡിയായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ മുന്തിരിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതാ അത്ര മാത്രമേ ഉള്ളൂ. നന്നായിട്ട് നമ്മളെ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ കഴിയുന്നില്ല, നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഒരു പായസത്തിന് എന്ന് പറയുന്നത്. എല്ലാവരും പറ്റുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഗോതമ്പൊക്കെ വീട്ടിലിരിപ്പുണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്തായാലും പറയാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.